next module, that is code optimization. So what is code optimization? Code optimization endana? Madhav? അത് സൈസ് അത് കുറയ്ക്കുമല്ലേ കോഡിന്റെ സൈസ് കുറയ്ക്കുക. Okay, so the number of steps നമുക്ക് reduce ചെയ്യാം. Already we have constructed എന്താണ് three address code അല്ലേ? തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന് three address code നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ജനറേറ്റ് ചെയ്ത കോഡിൽ നിന്ന് എന്ത് കുറയ്ക്കണം, അതിന്റെ നമ്പർ ഓഫ് സ്റ്റെപ്സ് റെഡ്യൂസ് ചെയ്യണം. സോ റെഡ്യൂസ് ചെയ്യുമ്പോൾ ദ മീനിങ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മീനിങ് ഓഫ് ദ പ്രോഗ്രാം ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, ചേഞ്ച് മീനിങ് ഓഫ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന എന്താണ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ട് മാറാൻ പാടില്ല. അങ്ങനെ വേണം നമുക്ക് റിഡക്ഷൻസ് പെർഫോം ചെയ്യാൻ. ഓക്കെ, സോ കോഡ് റെഡ്യൂസ് ചെയ്യാൻ വാട്ട് ഇസ് ദ നീഡ് ഫോർ കോഡ് ഒപ്റ്റിമൈസേഷൻ? വാട്ട്സ് ദ നീഡ് ഫോർ കോഡ് ഒപ്റ്റിമൈസേഷൻ? Okay, so in order to improve എന്താണ് the execution speed, memory space, പിന്നെ ടൈം കോംപ്ലക്സിറ്റി ഇംപ്രൂവ് ചെയ്യാം. ഇതിനൊക്കെയാണ് എന്ത് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നത്, കോഡ് ഇംപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ എപ്പോഴും കോഡ് ഓപ്റ്റിമൈസേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് പ്രിസർവ് ദ മീനിങ് ഓഫ് ദ പ്രോഗ്രാം. ഇറ്റ് ഷുഡ് പ്രിസർവ് ദി മീനിങ് ഓഫ് ദ പ്രോഗ്രാം. ഓക്കെ, സോ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം? We should improve the efficiency of the program. Okay, we should improve the efficiency of the program. Okay, so the main criteria എന്ന് പറയുന്നത് എന്താണ്? It should preserve the meaning of the program and also it should improve the efficiency of the program. Okay, so here ഈ കോഡ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ഏത് ഫേസിലാണ് വരുന്നത്? അതായത് ഏത് ഫേസിന്റെ ഇടയ്ക്കാണ് വരുന്നത്? ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ കഴിഞ്ഞിട്ടാണ് കോഡ് ഓപ്റ്റിമൈസേഷൻ വരുന്നത്. ഓക്കെ, സോ ഹിയർ വി ഹാവ് ടു മെയിൻ ടൈപ്പ് ഓഫ് ഓപ്റ്റിമൈസേഷൻ. വൺ ഇസ് മെഷീൻ ഡിപ്പെൻഡന്റ് ഓപ്റ്റിമൈസേഷൻ. മെഷീൻ ഡിപ്പെൻഡന്റ് ഓപ്റ്റിമൈസേഷൻ and the other is machine independent optimization. Types: machine dependent, machine dependent and machine independent. Okay, so machine dependent എന്ന് പറയുമ്പോൾ based on a particular machine, അതായത് ആ മെഷീനിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിനെ based on a particular set of instructions used by the machine. ആ മെഷീൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റോ അങ്ങനത്തെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഓപ്റ്റിമൈസ് ചെയ്യുകയാണെങ്കിൽ then it is termed as machine dependent optimization. Okay, okay, so the next independent എന്ന് പറയുമ്പോൾ ഏത് മെഷീനിലാണെങ്കിലും പെർഫോം ചെയ്യുന്ന രീതിയിൽ കോഡ് റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മെഷീൻ ഇൻഡിപെൻഡന്റ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയാം. Okay, so is it clear? Okay, so the next ഈ കോഡ് ഓപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്യാൻ ഹിയർ നമ്മൾ കോഡ് ഓപ്റ്റിമൈസേഷൻ ചെയ്യുന്ന മുമ്പ് 2-3 കാര്യങ്ങൾ ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് ഓപ്റ്റിമൈസേഷൻ ചെയ്യാൻ. ഒന്നെന്ന് പറയുന്നത് we have to perform control flow analysis. Control flow analysis അതായത് കൺട്രോൾ ഫ്ലോ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഫ്ലോ ഓഫ് കൺട്രോൾ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലോ ഓഫ് കൺട്രോൾ, ഏത് ഇത് വരുമ്പോഴാണ് എവിടേക്കാണ് ഏത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ ഫ്ലോ ഓഫ് കൺട്രോളിനെ ആദ്യം അനലൈസ് ചെയ്യുക. ദെൻ വി നീഡ് ടു അനലൈസ് ദി ഡാറ്റ ഫ്ലോ അനാലിസിസ്. ഡാറ്റ ഫ്ലോ അനാലിസിസ്, ഒരു കോഡ് റെഡ്യൂസ് ചെയ്യുന്ന മുമ്പ് ഡാറ്റ ആ ഓരോ കോഡിന് എങ്ങനെയാണ് അത് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം.
ഓക്കെ, ഡാറ്റ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിനനുസരിച്ച് വേണം ഓപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്യാൻ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഇസ് ദി ട്രാൻസ്ഫോർമേഷൻ. Next is transformation. So these are some of the means for reducing എന്താണ് code optimizer. Code optimizer control flow analyze ചെയ്യണം, data flow analyze ചെയ്യണം, then transformation perform ചെയ്യണം. Okay, so ഈ data flow analysis എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ if the statement is നേരത്തെ നമ്മൾ ടാഗ് ഒക്കെ വരച്ചായിരുന്നു അല്ലേ, ഇറ്റ് ഇസ് a is equal to b star c plus b star c. ഓക്കെ, സോ നമുക്കിതിൽ അറിയാം എന്താണ് ഈ ബി സ്റ്റാർ സി എന്ന് പറയുമ്പോൾ എഗെയിൻ സെയിം കോഡാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പം ഇതിന്റെ 3 അഡ്രസ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ജനറേറ്റ് ചെയ്യുക? T1 is equal to ബി സ്റ്റാർ സി. നോർമൽ കേസിൽ റിഡക്ഷന് മുമ്പായിട്ട് ആണെങ്കിൽ എങ്ങനെ ചെയ്യും? T2 is equal to ബി സ്റ്റാർ സി. ദെൻ നമ്മൾ എന്തായിരിക്കും പെർഫോം ചെയ്യുക? T3 is equal to T1 plus T2. ദെൻ ഏതിലേക്കായിരിക്കും അസൈൻ ചെയ്യുക? TA is equal to T3. ഓക്കെ, സോ ദിസ് ഇസ് എന്താണ് ടാഗ് റെപ്രസെന്റേഷൻ അല്ലാണ്ട്, അതായത് കോമൺ എക്സ്പ്രഷൻ എലിമിനേറ്റ് ചെയ്യാണ്ടാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക. ഫസ്റ്റ് വി യൂസ് ടു കാൽക്കുലേറ്റ് എന്താണ് ബി സ്റ്റാർ സി ഇൻ ടെമ്പററി വേരിയബിൾ T1, അടുത്ത ബി സ്റ്റാർ സിനെ അടുത്ത ടെമ്പററി വേരിയബിൾ T2 സ്റ്റോർ ചെയ്തു. ദെൻ T3 വീണ്ടും എന്താണ് T1 പ്ലസ് T2 പെർഫോം ചെയ്തു. പിന്നെയായിരിക്കും ഇതിലേക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ടാഗ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? അടുത്ത ടാഗിന്റെ 3 അഡ്രസ് കോഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ടാഗ് ആണെങ്കിൽ ജോസ്മി ജോസ്മി ജോസ്ഫിൻ. ഹലോ മിസ്. ടാഗ് ആണെങ്കിൽ ടാഗ് മനസ്സിലായില്ല. ടാഗ് ആണെങ്കിൽ എങ്ങനെയാണ്? ടാഗ് മനസ്സിലായില്ല? എനിക്ക് താമസിച്ചില്ലായിരുന്നു. ഓക്കെ, ലിസൺ. ടാഗ് എന്ന് പറയുമ്പോൾ വേറെ ആർക്കെങ്കിലും അറിയോ ടാഗ്? ഒന്ന് പറഞ്ഞേ ടാഗ്. ഞാൻ വിളിക്കണം ഇനി ഓരോരുത്തരെയും. അർജുൻ? അത് സെയിം സെറ്റ് ഓഫ് കോഡ് വരുമ്പോഴത്തേക്ക് അതിനെ ഒറ്റ ഇതായിട്ട് എഴുതുന്നത്, അതായത് റിപ്പീറ്റ് എഴുതുന്നത്. അതായത് T1 is equal to B star C കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്തതും B star C ആണെങ്കിൽ അത് കോമൺ എക്സ്പ്രഷൻ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യും? അപ്പം ജസ്റ്റ് എന്താണ് T2 is equal to എന്തായിരിക്കും പെർഫോം ചെയ്യുക? T1 plus T1. ഓക്കെ, T1 plus T1 പെർഫോം ചെയ്യും. പിന്നെ ഏതിലേക്ക് അസൈൻ ചെയ്യും? A is equal to T2. ഓക്കെ, ഇത് ക്ലിയർ? വീണ്ടും ഈ ബി സ്റ്റാർ സി വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യാണ്ട് അതിന് പകരം എന്താ ചെയ്യുന്നത്? അത് ഓൾറെഡി T1 ഉള്ളത് കൊണ്ട് നമുക്ക് വി ക്യാൻ യൂസ് എ T1 as such. ഓക്കെ, ഇത് ക്ലിയർ ആണോ ടാഗ് റെപ്രസെന്റേഷൻ? ഓക്കെ, സോ ഇതിൽ ഈ ഡാറ്റ ഫ്ലോ അനാലിസിസ് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഡാറ്റയും നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ഇൻ കേസ് നമ്മുടെ പ്രോഗ്രാമിൽ ടെസ്റ്റ് A is equal to B is equal to 5, C is equal to 4. Okay, then we need to perform എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് പെർഫോം ചെയ്യാൻ പോകുന്നു. ഇതിന്റെ ഇൻ ബിറ്റ്വീനിൽ എന്താണ് ഇഫ് ദ വാല്യൂ ഓഫ് ബിനെയോ സിനെയോ നമ്മൾ മാറ്റുവാണെങ്കിൽ, ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റില്ല? ഈ രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇഫ് 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ ഇൻ കേസ് ഇഫ് യു ഹാവ് ചേഞ്ച് ദ വാല്യൂ ഓഫ് ബി സ്റ്റാർ സി ചെയ്തു, ഇതിന്റെ ഇടയിൽ ബിയുടെ വാല്യൂ 10 ആയിട്ട് റീപ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനത്തെ ലൊക്കേഷനിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ റിഡക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല. റീസൺ എന്താണ്? വീണ്ടും ബി സ്റ്റാർ സി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, can you able to get my point?
പോയിന്റ് ക്ലിയർ ആയോ? പോയിന്റ് മനസ്സിലായോ? അതായത് ഈ ആദ്യത്തെ റെപ്രസെന്റേഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അടുത്തത് സെയിം ആയിരിക്കത്തില്ലെന്നല്ലേ? അതെ. അതുകൊണ്ട് നമുക്ക് എന്താണ് എന്ത് അങ്ങനത്തെ കേസസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്തിട്ടാണ് ഒപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇൻ കേസ് അതിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീനിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് വീണ്ടും സെയിം വാല്യൂ T1 കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ റിസൾട്ട് മാറിപ്പോകും അല്ലേ? വെറും T1 + T1 ആണെങ്കിൽ റിസൾട്ടിന്റെ വാല്യൂ ചേഞ്ച് ആയി പോകും. സോറി, T1 + T1. റീസൺ ഇവിടെ ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്ത് തന്നെ കമ്പ്യൂട്ട് ചെയ്യണം? D⁻C തന്നെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തും അനലൈസ് ചെയ്യുന്നത്, ഫ്ലോ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ അനാലിസിസ് പെർഫോം ചെയ്യും. ഓക്കെ, ഒരു സെറ്റ് ഓഫ് 3 അഡ്രസ് കോഡിനെ എലിമിനേറ്റ് ചെയ്യുന്ന മുമ്പ് അല്ലെങ്കിൽ എന്താണ് റെഡ്യൂസ് ചെയ്യുന്ന മുമ്പ് അതിന്റെ കൺട്രോൾ ഫ്ലോ മനസ്സിലാക്കണം, അതിന്റെ ഡാറ്റ ഫ്ലോ മനസ്സിലാക്കണം. Okay, is it clear? Okay, so the next is about optimization is done in two different optimization ആണ് നമ്മൾ പെർഫോം ചെയ്യുക. ഫസ്റ്റ് 2 different types of optimization എന്ന് പറയുന്നത് മിഷൻ ഡിപ്പെൻഡന്റ് ആൻഡ് മിഷൻ ഇൻഡിപെൻഡന്റ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഈ സെറ്റ് ഓഫ് 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്തതിനു ശേഷം രണ്ട് ഫേസസിലാണ് ഓപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്യുന്നത്, ലോക്കൽ ഓപ്റ്റിമൈസേഷൻ ആൻഡ് ഗ്ലോബൽ ഓപ്റ്റിമൈസേഷൻ. Okay, so local optimization means here of transformation or എന്താണ് കോഡിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നത്, it is applied over small segment of program. Okay, transformations are applied over small segment of program. Okay, so next നമുക്ക് ഈ സ്മോൾ സെഗ്മെന്റ് എങ്ങനെ ഫ്രെയിം ചെയ്യുന്നുള്ളത് നോക്കാം. ഓക്കെ, സോ അതായത് ഒരു പെർട്ടിക്കുലർ ബേസിക് ബ്ലോക്ക്, ഇതിനെ നമ്മൾ ഈ സെറ്റ് ഓഫ് കോഡിനെ ബേസിക് ബ്ലോക്ക് എന്ന് പറയും. ഒരു ബേസിക് ബ്ലോക്കിലുള്ള കോഡിനെയാണ് റെഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ then it is termed as local optimization. Okay, then global optimization എന്ന് പറയുമ്പോൾ എന്താണ്, more than one basic block അല്ലെങ്കിൽ എന്താണ് transformations are applied over large segment of the program. ഓക്കെ, അതായത് ലൂപ്പ്, പ്രൊസീജിയർ, ഫങ്ഷൻസ് ഇതിന്റെ ഇടയിലാണ് ഒപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്യുന്നതെങ്കിൽ then it is termed as global optimization. ഓക്കെ, or otherwise we can say എന്താണ്, ഒരു ബേസിക് ബ്ലോക്കും അടുത്ത ബേസിക് ബ്ലോക്കിന്റെ ഇടയിലുള്ള കോഡാണ് റെഡ്യൂസ് ചെയ്യുന്നെങ്കിൽ then it is termed as global optimization. Okay, so local optimization within a block, and global optimization between basic blocks. Okay, so ഈ രണ്ട് ബേസിക് ബ്ലോക്ക് വരാൻ കാരണം അത് ഏതിന്റെ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും, ലൂപ്പ്, പ്രൊസീജിയർ, ഫംഗ്ഷന്റെ ഇതായിരിക്കും ഇങ്ങനെ മോർ ദാൻ വൺ ബേസിക് ബ്ലോക്സ് വരുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഗ്ലോബൽ ഓപ്റ്റിമൈസേഷൻ ആൻഡ് ലോക്കൽ ഓപ്റ്റിമൈസേഷൻ ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഇല്ലേ? അതെ. ഓക്കെ, so the next is about basic block. Basic block. So a basic block is a sequence of 3 address statements. Which enters only at the beginning. And then entered statements are executed in sequence without halting or branching. Okay, so listen, അതായത് ഇപ്പൊ 3 അഡ്രസ് കോഡ് ആണ് ഇനിഷ്യലി നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ജനറേറ്റ് ചെയ്ത 3 അഡ്രസ് കോഡിനെ നമ്മൾ എന്താണ് ഒരു ബേസിക് ബ്ലോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ബേസിക് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ സീക്വൻസ് ഓഫ് 3 അഡ്രസ് കോഡ് ആയിരിക്കും, വിച്ച് എൻറ്റേഴ്സ് അറ്റ് ദ ബിഗിനിങ്. ആ കോഡ് സ്റ്റാർട്ടിങ്ങിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ കോഡും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും അത് ഹോൾട്ട് ചെയ്യുന്നത്. അതിന്റെ ഇൻ ബിറ്റ്വീനിൽ ഹോൾട്ട് ചെയ്യത്തില്ല. Is it clear?
ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? ഒന്നുകൂടെ പറഞ്ഞു. ലിസൺ. സോ ബേസിക് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? എ സീക്വൻസ് ഓഫ് 3 address code which enters at the beginning, okay, so and leaves a particular basic block after executing all the statements, okay, after executing all the statements in sequence, okay. ആ തന്നിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റിനെയും എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇറ്റ് എക്സിറ്റ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ബ്ലോക്ക്. അതായത് അതിന്റെ ഇടയിൽ there must not have any branching. ഓക്കെ, ക്ലിയർ ആയോ? ഇല്ല? ഓക്കെ. സോ അപ്പം നമുക്കിപ്പോൾ ഒരു ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അപ്പൊ അതിനെ നമുക്ക് അടുത്ത ബ്ലോക്ക് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ആ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്കൊരു സെറ്റ് ഓഫ് 3 address സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നമുക്ക് ബേസിക് ബ്ലോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ബേസിക് ബ്ലോക്കിലും ഫസ്റ്റ് വി നീഡ് ടു ഐഡന്റിഫൈ ദി ലീഡർ. ഓക്കെ, ലീഡർ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ലീഡർ എങ്ങനെയാണ് ലീഡറിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് നോക്കാം. ദെൻ ഓരോ ബേസിക് ബ്ലോക്കിലും എന്താണ്? ഒരു ലീഡറും സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സും ആയിരിക്കും ഉണ്ടാവാം. ഓക്കെ, ഒരു ബേസിക് ബ്ലോക്കിൽ വി ഹാവ് എ ലീഡർ ആൻഡ് ദ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഹിയർ ഹൗ ടു ഡിറ്റർമൈൻ എ ലീഡർ? ലീഡർ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് എ ലീഡർ. ഏതൊരു ഇതിലും ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് എ ലീഡർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലീഡറിന്റെ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എനി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് എ ടാർഗറ്റ് ഓഫ് ഗോ ടു ഇസ് എ ലീഡർ. എനി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് എ ടാർഗറ്റ് ഓഫ് ഗോ ടു ഇസ് എ ലീഡർ. ഓക്കെ, സോ തേർഡ് ഇസ് എനി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇമീഡിയറ്റ്ലി ഫോളോസ് എ ഗോ ടു ഇസ് എ ലീഡർ. ഓക്കെ, ക്ലിയർ ആയോ? ബേസിക് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ലീഡറും സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സും ആയിരിക്കും ഉണ്ടാവുക. സോ ലീഡർ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് എ ലീഡർ. എനി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് എ ടാർഗറ്റ് ഓഫ് ഗോ ടു, അതായത് ഗോ ടു ഇന്ന ലേബിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലേബിൾ നമ്മുടെ 3 address കോഡിൽ എവിടെയാണോ വരുന്നത് അത് അടുത്ത ബേസിക് ബ്ലോക്കിന്റെ ലീഡറാണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ലാസ്റ്റ് വേണ്ടോ? അതായത് ഇപ്പം എനി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് ഇപ്പൊ ഗോ ടു എൽ നെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം എൽ നെക്സ്റ്റ് തൊട്ട് വരുന്നത് അടുത്ത ബ്ലോക്ക് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. റീസൺ, ഒരു ബേസിക് ബ്ലോക്കിൽ ഒരു ലീഡറും സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സേ പാടുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? ഡെഫിനിഷൻ എന്താ ഡെഫിനിഷൻ ആയിട്ടോ? ഡെഫിനിഷൻ ആണോ വേണ്ടത്? എനി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് എ ടാർഗറ്റ് ഓഫ് ഗോ ടു ഇസ് എ ലീഡർ. അത് രണ്ടാമത്തെ അല്ലേ? മൂന്നാമത്തെ ആണോ വേണ്ടത്? മൂന്നാമത്തെ. എനി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇമീഡിയറ്റ്ലി ഫോളോസ് എ ഗോ ടു ഇസ് എ ലീഡർ. Any statement that immediately follows a go to is a leader. Okay, so listen, മനസ്സിലായോ? ഇത് പോയിന്റ് മനസ്സിലായോ? ഇല്ല? ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ പിന്നെ നമുക്ക് കുറച്ചും കൂടി കാര്യം ക്ലിയർ ആവും. ഓക്കെ, സോ കൺസിഡർ എ 3 address code B. വെറുതെ എഴുതുന്ന കോഡാണ്, ലോജിക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് ഇത് ഇവിടെ ഒരു ക്വിക്ക് സോർട്ടിന്റെ ഇത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അതിന്റെയാണ് നമ്മൾ 3 address code ജനറേറ്റ് ചെയ്യേണ്ടത്. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ എടുക്കാം. ദാറ്റ് ഇസ് y is equal to a plus b, z is equal to b plus c. If a greater than b, go to
L1. If A greater than B, go to L1. So this is our L1. Go to L1. A equal to 5. Okay. So now ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിനെ നമുക്ക് ബേസിക് ബ്ലോക്കായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ബേസിക് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ഹാവ് എ ലീഡർ ആൻഡ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സീക്വൻസ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യാം, ആ ബ്ലോക്കിൽ നിന്ന് പുറത്തേക്ക് വരിക. ഓക്കെ, സോ ആസ് പെർ അവർ റൂൾ എന്താണ്? ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി എ ലീഡർ. ഓക്കെ, സോ ഇവിടെ എടുക്കുമ്പോൾ ദിസ് ഇസ് എ ലീഡർ. ഓക്കെ, സോ ലീഡറിൽ നിന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് ബേസിക് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും. ദാറ്റ് ഇസ് എ ഇസ് ഈക്വൽ ടു 5ഉം y is equal to a plus b ആണ്. ഓക്കെ, സോ L1 എഴുതണോ? L1 അതായത് z is equal to c plus d എഴുതാമോ? അത് ലേബൽ അല്ലേ? അത് ലേബിൾ ആണ്. സോ നമുക്ക് ഇനിയൊരു റൂൾ എന്താ പറയുന്നത്? എനി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് എ ടാർഗറ്റ് ഓഫ് എ ഗോ ടു ഇസ് എ ലീഡർ. ഓക്കെ, എനി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് എ ടാർഗറ്റ് ഓഫ് എ ഗോ ടു. ഇപ്പൊ നോക്കൂ, ഗോ ടു L1 എന്ന് പറയുമ്പോൾ എവിടേക്കാണ് കൺട്രോൾ പോകുന്നത്? ഇവിടെ. അപ്പം ആ സ്റ്റേറ്റ്മെന്റും എന്താണ്? ലീഡറാണ്. ഇത് ക്ലിയർ? എങ്ങനെയാണ് 3 അഡ്രസ് കോഡിനെ ബേസിക് ബ്ലോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നു? മനസ്സിലായോ? ഇല്ല? ഓക്കെ, സോ എനി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് എ ടാർഗറ്റ് ഓഫ് ഗോ ടു ഇസ് എ ലീഡർ. അപ്പം ഈ ഗോ ടു L1 എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സോ എപ്പോഴും ബേസിക് ബ്ലോക്കിന്റെ കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഷുഡ് ഹാവ് 1 ലീഡർ ആൻഡ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒരു അടുത്ത ലീഡർ വരുവാണെങ്കിൽ അത് അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്, അടുത്ത ബേസിക് ബ്ലോക്ക് ആണ്. ഒരിക്കലും ഒരേ ബ്ലോക്കിന്റെ അകത്ത് 2 ലീഡർ പാടില്ല. ഓക്കെ, സോ ഇവിടെ വരുന്നത് എന്തായിരിക്കും? അപ്പം ഇറ്റ് ഇസ് go to L1. So L1 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. A is equal to 5. A is equal to 5. So ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബേസിക് ബ്ലോക്ക്. A is equal to 5. So block we can number the block as B1. A is equal to 5. Then Y is equal to A plus B. Okay, then next block എന്ന് പറയുന്നതാണ് എന്ത്? B z is equal to C plus D, and if ഇത് basic block B2 ആണ്. എങ്ങനെ എഴുതേണ്ടത്? if A less greater than B, then go to L1. go to L1 എന്ന് എഴുതുന്ന പകരം എന്താ എഴുതേണ്ടത്? go to B2. സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? go to B2. Okay, this is clear? Clear ആണത്? എന്താണ് അർത്ഥം? എല്ലാവരും ഒരു ഡൽ ആണല്ലോ. if അപ്പൊ വരത്തില്ല. ഏതാ? if സ്റ്റേറ്റ്മെന്റ് അത് ബ്രാഞ്ചിങ് ഉള്ളതുകൊണ്ടോ? ഏതാ? ബ്രാഞ്ചിങ് എന്ന് പറയാം. എനി അതായത് നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഒരു ബേസിക് ബ്ലോക്കിൽ ഇറ്റ് ഷുഡ് ഹാവ് 1 ലീഡർ ആൻഡ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോർ ഈച്ച് ലീഡർ its basic block contains the leader and all the statements but not including the next leader. Okay, ഒരിക്കലും ഒരു ബേസിക് ബ്ലോക്കിൽ 2 ലീഡർ പാടില്ല. ഓക്കെ, സോ ഇവിടെ ഇത് ചെയ്യാൻ കാരണം എന്താണ്? again go to L2 എന്ന് പറയുമ്പോൾ it is a target of ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് it is a target of go to ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? go to
മനസ്സിലായില്ലേ ഇത് നിങ്ങൾക്ക്? പക്ഷെ ആ ബ്ലോക്ക് വരച്ച് ഒന്നുകൂടി പറയാം. ബ്ലോക്ക് വരച്ച മനസ്സിലായില്ല. ഒരു സെക്കൻഡ് ഒരു കോഡും കൂടി എഴുതിയിട്ട് ഞാൻ നോക്കാം. Okay, so let's consider the code B. A equal to 5, Y is equal to A plus B, L1 is equal to Z is equal to C plus D, go to L1, then E is equal to D, E equal to D. Okay, so ഇതാണ് നമുക്ക് തന്നിട്ടുള്ള 3 address code. We need to generate the basic block. So basic block എന്ന് പറയുന്നത് എന്താണ്? It's a block which contains one leader followed by set of statements. So ആ ബ്ലോക്കിൽ എപ്പോഴും എന്താണ് ഒരു പ്രാവശ്യം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് ഫുൾ ആയിട്ട് സീക്വൻസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അതിന്റെ ഇടയിൽ ഒരു ബ്രാഞ്ചിങ് പാടില്ല. ഓക്കെ, അപ്പൊ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ വി നീഡ് ടു മാർക്ക് ഇറ്റ് ആസ് എ ന്യൂ ബ്ലോക്ക് ആണ്. Okay, a new block ആയിട്ട് മാർക്ക് ചെയ്യാൻ here we have 3 rules ആണ്. The first statement should be a leader and the target of go to, any statement that is the target of go to is a leader. Any statement that immediately follows the go to is also a leader. Okay, ഒരു ബ്ലോക്കിൽ ലീഡർ മാത്രം വരാം, ഒരിക്കലും ലീഡറും 2 ലീഡർ വരാൻ പാടില്ല. ഓക്കെ, സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് എന്താണ് A equal to 5. as per our rule A is equal to 5 എന്ന് പറയുന്നത് എന്താണ്? Is the leader since it is the first statement. Okay, so the next statement endana Y is equal to A plus B. So this is our basic block B1. Okay, namada ആദ്യത്തെ block ആണ്. So we can mark this as B1. B1. Okay, so ഇവിടെ ഇത് മാത്രം എടുക്കാൻ കാരണം എന്താണ്? നെക്സ്റ്റ് എന്താണ് ബിഗിൻ ചെയ്യുന്നത് ഒരു ലൂപ്പാണ്, L1 എന്നാണ് ബിഗിൻ ചെയ്യുന്നത്. സോ അഗൈൻ ഗോ ടു L1 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ എനി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് എ ടാർഗറ്റ് ഓഫ് ഗോ ടു. ഓക്കെ, സോ ടാർഗറ്റ് ഓഫ് ഗോ ടു എന്ന് പറയുമ്പോൾ ഇവിടെ ടാർഗറ്റ് ഓഫ് ഗോ ടു എന്ന് പറയുന്നത് എന്താണ്? ദി സ്റ്റേറ്റ്മെന്റ് വിച്ച് ബിഗിൻസ് വിത്ത് എ ലേബിൾ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അത് ലീഡർ ആണ്. അപ്പൊ അത് ലീഡർ ആണെങ്കിൽ അത് നെക്സ്റ്റ് ബ്ലോക്ക് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ക്യാൻ റെപ്രസെന്റ് ദിസ് as another block. That is L1 നമ്മൾ മാർക്ക് ചെയ്യാറില്ല. ഇൻസ്റ്റെഡ് യൂസ് ടു മാർക്ക് ഇറ്റ് Z is equal to C plus D. Go to L1 എന്ന് പകരം ഏത് ഇതിലേക്ക് തന്നെയാണ് പോകുന്നത്? സെയിം ഇതിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ ബ്ലോക്കിനെ നമുക്ക് B2 എന്ന് മാർക്ക് ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് ദിസ് as B2. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? Any statement that follows a go to is also a leader ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഓക്കെ, സോ ദിസ് ഇസ് അനദർ ബ്ലോക്ക് E is equal to D. So another block, so which is B3. This is clear? Clear ആണോ ഇത്? This is clear? അത് ക്ലിയർ. അപ്പം കഴിഞ്ഞ എക്സാമ്പിൾ A ഗ്രേറ്റർ ദാൻ B എന്ന് എടുത്തില്ലേ? ഞാനിത് അത് കണ്ടീഷൻ എന്താണെങ്കിലും കണ്ടീഷൻ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതല്ല പ്രശ്നം. കണ്ടീഷനിൽ കൊടുക്കുമ്പോൾ ഇപ്പൊ ട്രൂ പാർട്ട് ഒരു ലേബിളിലേക്ക് ആയിരിക്കും, ഫോൾസ് പാർട്ട് വേറെ ലേബിളിലേക്ക് ആണെങ്കിൽ 2 ഇതായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യണം, 2 ബ്ലോക്ക് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പം A ഗ്രേറ്റർ ദാൻ B എന്ന് പറയുന്ന ഒരു ലീഡർ ആയിട്ട് വരുമോ? A ഗ്രേറ്റർ ദാൻ B, A ഗ്രേറ്റർ ദാൻ B എന്ന് പറയുന്ന ലീഡർ ആയിട്ട് വരുമോ? അത് ലീഡർ ആയിട്ട് വരും. റീസൺ എന്താണ്? ഈ കണ്ടീഷൻ എഴുതുമ്പോൾ തന്നെ if A ഗ്രേറ്റർ ദാൻ B എന്ന് പറയുന്നത് ലീഡർ ആണോ എന്നാണോ? ഇല്ല, ലീഡർ ആയിട്ട് വരില്ല. A ഗ്രേറ്റർ ദാൻ B ഗോ ടു ഒരു ലൂപ്പ് ഇല്ലേ L1, അത് തൊട്ടായിരിക്കും ലീഡർ വരുന്നത്. ഓക്കെ, കണ്ടീഷനെ ലീഡർ അല്ല, കണ്ടീഷനെ ലീഡർ ആക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ലീഡർ എന്ന് പറയുന്നത് എന്താണ്? പൊതുവെ നമ്മൾ 3 അഡ്രസ് തൊട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ
എപ്പോഴും എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഗോ ടു ഏത് സ്റ്റേറ്റ്മെന്റ്? ട്രൂ ആണെങ്കിൽ L1ലേക്ക് പോവുക, ഫാൾസ് ആണെങ്കിൽ ഗോ ടു L2. ഓക്കെ, മനസ്സിലായി. ഓക്കെ. സോ ഇതാണ് എന്താണ് ഇപ്പൊ എന്താ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്? ദിസ് 3 അഡ്രസ് കോഡ് ഇസ് കൺവേർട്ടഡ് ടു എ ബേസിക് ബ്ലോക്ക്. ബേസിക് ബ്ലോക്കിന്റെ കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഷുഡ് ഹാവ് വൺ ലീഡർ വിത്ത് സെറ്റ് ഓഫ് സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ എപ്പോഴും ഒരു ലൂപ്പിൽ എന്താണ്? ഇറ്റ് എൻഡേഴ്സ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് ലീവ്സ് അറ്റ് ദി എൻഡ് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് അബൌട്ട് ഫ്ലോ ഗ്രാഫ്. ഫ്ലോ ഗ്രാഫ്, സോ ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ സെയിം തന്നെ ഇതിന്റെ തന്നെ എന്താണ്? പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്. ആദ്യം ബേസിക് ബ്ലോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അവരുടെ എന്താണ് റിലേഷൻഷിപ്പിനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് ബ്ലോക്കിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഫ്ലോ ഗ്രാഫ്. ഫ്ലോ ഗ്രാഫിൽ എന്താണ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ എവിടെയാണ് ഫ്ലോ ചെയ്യുന്നതെന്നുള്ളതാണ് മാർക്ക് ചെയ്യുന്നത്. ഏത് ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഏത് ബ്ലോക്കാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ ഫ്ലോ ആണ് മാർക്ക് ചെയ്യുന്നത് ഫ്ലോ ഗ്രാഫിൽ. ഓക്കെ, സോ ഹിയർ ഈച്ച് ആൻഡ് എവറി ബേസിക് ബ്ലോക്ക് ഇസ് കൺസിഡർഡ് ആസ് എ നോഡ്. ഓക്കെ, നോഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക് ബ്ലോക്സ് ആണ്. ഓക്കെ, എഡ്ജസ് എന്ന് പറയുന്നത് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? കൺട്രോൾ ഫ്ലോ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, കൺട്രോൾ ഫ്ലോ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ കൺട്രോൾ ഫ്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാ കൺട്രോൾ ഫ്ലോ ആവുന്നത്? ഫസ്റ്റ് ഇത് എക്സിക്യൂട്ട് ചെയ്തു, ദെൻ B1 കഴിഞ്ഞിട്ട് എന്തായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക? B2 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെ? B2 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വൺസ് B2 എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഏതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക? B2 എന്ന് പറയുന്നത് വീണ്ടും റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ വി ക്യാൻ മാർക്ക് ദിസ് ആസ് എന്താണ്? ഓക്കെ, സോ ഒരു ലൂപ്പാണ്. സോ ലൂപ്പ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ? B3 ആയിട്ട് കണക്ഷൻ ഒന്നും ഇല്ലല്ലോ ഗ്രാഫില്. ഏതാ? B3 എന്ന് പറയുന്നത് സെപ്പറേറ്റ് നോഡായിട്ട് എനിക്കത്തില്ലേ? B3 എന്ന് പറയുന്ന അടുത്ത നോഡാണ്. ഓക്കെ, കണ്ടീഷൻ വെച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇവിടെ ലോജിക്കലി ഉള്ള സ്റ്റേറ്റ്മെന്റ് അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്. ഓക്കെ, സോ ഒരെണ്ണം നമുക്ക് കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്യാം, അപ്പോൾ നമുക്ക് ക്ലിയർ ആവും കാര്യം. ഓക്കെ, സോ ഇത് ലോജിക്കലി കറക്റ്റ് അല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ നോർമലി എന്താണ്? ഇങ്ങനെയായിരിക്കും കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവുക. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ദെൻ ഗോ ടു L1 ആണ്. ഓക്കെ, അപ്പം എന്താണ് കണ്ടീഷൻ? ട്രൂ ആണെങ്കിൽ ഗോ ടു L1. ഓക്കെ, is this clear? അതെ. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് എന്താണ് ഫ്ലോ ഗ്രാഫ്. ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഫോർ റെപ്രസെന്റിങ് എന്താണ്? ഫ്ലോ ഓഫ് കൺട്രോൾ ബിറ്റ്വീൻ ദി ബേസിക് ബ്ലോക്ക്. സോ ഹിയർ ഈച്ച് ആൻഡ് എവറി നോഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഗ്രാഫിന്റെ നോഡ് എന്ന് പറയുന്നത് ബേസിക് ബ്ലോക്ക് ആണ്. ദെൻ അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത്, എഡ്ജസ് എന്ന് പറയുന്നത് വിച്ച് റെപ്രസെന്റ് ദി കൺട്രോൾ ഫ്ലോ ബിറ്റ്വീൻ ദി ബ്ലോക്സ്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു എന്താണ് കോഡ് ഓപ്റ്റിമൈസേഷൻ. കോഡ് ഓപ്റ്റിമൈസേഷൻ എന്താണ്? അതിൽ നോർമലി വി നീഡ് ടു അനലൈസ് എന്താണ്? കൺട്രോൾ ഫ്ലോ അനാലിസിസ്, ഡാറ്റ ഫ്ലോ അനാലിസിസ്, ആൻഡ് ദെൻ വി നീഡ് ടു പെർഫോം ദി ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, സോ ഹിയർ വി ഹാവ് ടു ടൈപ്പ് ഓഫ് ഓപ്റ്റിമൈസേഷൻ. ഏതൊക്കെയാണ് ഓപ്റ്റിമൈസേഷൻ? മെഷീൻ ഡിപ്പെൻഡന്റ് ആൻഡ് മെഷീൻ ഇൻഡിപെൻഡന്റ് optimizations are there. Then two type of it is done in two phases on local optimization and global optimization. Then about basic block are important. First we need to form the basic block of ഏതാണ്? 3 address code ന്റെ basic block ആയിട്ട് convert ചെയ്യുക. Basic block എന്ന് പറയുമ്പോൾ it contains a sequence of statement which enters at the beginning and leaves at the last. Okay, is this clear? Clear ആണോ ഇത്? ഓക്കെ, പിന്നെ കോംപ്രിഹെൻസീവ് ഇത് കണ്ടായിരുന്നല്ലോ അല്ലേ? ഇന്നലെ പറയായിരുന്നു. ഇന്നലെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. അത് ഓൺലൈൻ ആയിട്ടാണ് കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. കോംപ്രിഹെൻസീവ് എന്ന് പറയുമ്പോൾ വി ഹാവ് എന്താണ്? ഓറൽ എക്സാം ആൻഡ് റിട്ടൺ എക്സാം ആണ്. റിട്ടൺ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല.
ബട്ട് ഓറൽ എക്സാമിനെയാണ് ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ മിക്കത് വൈവേ ആയിരിക്കും. വൈവേയിൽ എങ്ങനെയാ വൈവേ കണ്ടക്ട് ചെയ്യുന്നത് ഞാൻ സാറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ഓക്കെ. ഓക്കെ. ആദിൽ, ആ എന്താ അതിൽ? അഭിജിത്ത്, അക്ഷര, അഞ്ജലി, അഞ്ജു, ചാറ്റ് ബോക്സിൽ ആൻഡ്രു ഉണ്ട്. അപർണ ഡി, അപർണ പ്രതാപ്, ചാറ്റ് ബോക്സ് പ്രസന്റ്. ആരും, അർജുൻ ഉണ്ട്. ബിച്ചു, ജീവൻ, ജോസ്വിൻ, വിഷ്ണരാജ്, മാധവ്, മറിയ, മെർലിൻ, മുബിൻ, ഹാഫിസ്, ചാറ്റ് ബോക്സ്. ഓക്കെ. റുബിൻ, നജ്മ, നൗറിൻ, പാർവതി, സാന്ദ്ര, ശ്രീപ്രസാദ്, ശ്രുതി, വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ എവിടെയായിരുന്നു നേരത്തെ വിളിച്ചപ്പോ? എപ്പോഴാ ജോയിൻ ചെയ്ത വിഷ്ണുപ്രിയ? വിഷ്ണുപ്രിയ, ഓക്കെ. അജീന, അഖിൽ, ജോസ്നി എവിടെയായിരുന്നു? അതുപോലെ എന്റെ മൈക്ക് ഓൺ ആവുന്നില്ലായിരുന്നു, ഞാൻ പിന്നെ ലെഫ്റ്റായി കയറുമായിരുന്നു. ഓക്കെ. സോ ആബ്സെന്റ് ഇസ് ബിച്ചു ആൻഡ് അക്ഷര. ഓക്കെ, സോ നെക്സ്റ്റ് ഫിഫ്ത്ത് അവർ നോക്കാം. കോംപ്രിഹെൻസീവ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മിസ്.